മലയാള സിനിമയുടെ വാണിജ്യപരമായ വളർച്ച ദൃശ്യമാകുന്ന വർഷങ്ങളായിരുന്നു കടന്നുപോകുന്നത്. 100 കോടി ക്ലബ്ബ് പോലും അന്യമായിരുന്ന ഒരു കാലത്ത് നിന്ന് 300 കോടി ക്ലബ്ബ് സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് മോളിവുഡ് വളർന്നു കഴിഞ്ഞു. കച്ചവടപരമായി മാത്രമല്ല, കലാപരമായ മികവിനാൽ മറുഭാഷാ പ്രേക്ഷകരെയും കയ്യടി ഇന്ന് മലയാള സിനിമ നേടുന്നു. ഒരുപക്ഷെ ഈ മികവ് തന്നെയാണ് മലയാള സിനിമയുടെ മാർക്കറ്റ് ഉയർത്തുന്നതും. ഓരോ വർഷം ചെല്ലുന്തോറും 100 കോടി പിന്നിടുന്ന ചിത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നിവിൻ പോളി നായകനായ സർവ്വമായും 100 കോടി ക്ലബിൽ നേട്ടം കൈവരിച്ചതോടെ മലയാളത്തിൽ ഈ നേട്ടം കൈവരിച്ച 13ാമത്തെ ചിത്രമായി മാറി. സർവ്വമായിലൂടെ നിവിൻ പോളി മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ചിത്രം 125 കോടി ക്ലബിൽ എത്തിയതായി നിർമ്മാതാക്കൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് അറിയിച്ചിരുന്നു. ഇപ്പോൾ 130 കോടിയും പിന്നിട്ടിരിക്കുകയാണ് ചിത്രം. പ്രമുഖ ട്രാക്കറുമായ സാൻസെക്കിന്റെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഇതുവരെ 130.5 കോടിയായി. ഇതോടെ മലയാളത്തിലെ എക്കാലത്തെ മികച്ച കളക്ഷൻ നേടിയ 10 ചിത്രങ്ങൾ ലിസ്റ്റിലേക്ക് സർവ്വമായും എത്തി. 129 കോടി ലൈഫ് ടൈം കളക്ഷനുള്ള ലൂസിഫറിനെ പിന്തള്ളിയാണ് സർവ്വമായ ഈ നേട്ടം സ്വന്തമാക്കിയത്. ലോക, ചാപ്റ്റർ 1, ചന്ദ്ര, എമ്പുരാൻ, മഞ്ഞുമൽ ബോയ്സ്, തുടരും, 2018, ആടുജീവിതം, ആവേശം, പുലിമുരുകൻ, പ്രേമലു എന്നിവയാണ് മലയാളത്തിൽ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ 9 ചിത്രങ്ങൾ. ഇതിൽ 300 കോടി ക്ലബിൽ ലോക ഇടം പിടിച്ച ഏക ചിത്രമാണ്. എമ്പുരാൻ 268 കോടി നേടിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് 242 കോടിയും തുടരും 235 കോടിയും നേടി. അഞ്ചാം സ്ഥാനത്തുള്ള 2018 177 കോടിയും, ആറാം സ്ഥാനത്തുള്ള ആടുജീവിതം 158 കോടിയും നേടിയിട്ടുണ്ട്. 156 കോടി നേടിയ ആവേശത്തിന്റെ കളക്ഷൻ പുലിമുരുകൻ 140 കോടിയുടെ നേടിയപ്പോൾ പ്രേമുന്റെ ലൈഫ് ടൈം കളക്ഷൻ 136 കോടിയായിരുന്നു. അതേസമയം മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ എന്നിവർക്കൊന്നും ഇല്ലാത്ത നേട്ടമാണ് സർവ്വമായിലൂടെ നിവിൻ പോളി സ്വന്തമാക്കിയത്. അത് വിജയങ്ങൾ ഇല്ലായിരുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എന്നത് നിവിനെ സംബന്ധിച്ച് നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു.